90 ദിവസം ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതുപോലെയുള്ള പ്രാർത്ഥനാ ജീവിതവും ഉപവാസവും ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് ജർമ്മൻ എഴുതാനായിട്ട് സീറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല. സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ എക്സാമിന്. 90 ദിവസത്തെ ഉടമ്പടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് പിന്നെയും പുതുക്കി. ഞാൻ ആദ്യം പ്രാർത്ഥിച്ചിരുന്നതിനേക്കാളും കൂടുതൽ പിന്നെയും മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ആഗ്രഹം എനിക്ക് ബാംഗ്ലൂർ സീറ്റ് കിട്ടി അവിടെ എഴുതി പാസ്സാവണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും മാതാവിനോട് ഞാൻ ആ സമയത്ത് പ്രത്യേകം പറഞ്ഞിരുന്നത്, ഇനി ഞാൻ എഴുതാൻ പോകുന്നത് 4ാമത്തെ പ്രാവശ്യമാണ്. 4ാമത്തെ പ്രാവശ്യം എഴുതുമ്പോൾ മാതാവ്, നീ എവിടെയാണോ ഞാൻ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ എഴുതാനും അവിടെ തന്നെ എഴുതി പാസ്സാവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ജൂൺ മാസം എക്സാം എഴുതാനായിട്ട് ബാംഗ്ലൂർ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് അവിടെ തന്നെ മാതാവ് സീറ്റ് നൽകി അനുഗ്രഹിച്ചു.